everybody, welcome back to my channel Innus Recipe. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ഡ്രിങ്കാണ് മാംഗോ ഫ്രൂട്ടി, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ നമുക്കിന്ന് ഹോം മെയ്ഡ് ആയിട്ടുള്ള മാംഗോ ഫ്രൂട്ടി ഉണ്ടാക്കി നോക്കാം. അതിന് 2 മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു മാങ്ങ നന്നായിട്ട് പഴുത്തിട്ടുള്ളതും ഒരെണ്ണം പഴുക്കാൻ തുടങ്ങിയിട്ടുള്ള പുളിയൊക്കെ ഉള്ള ഒരു മാങ്ങ. അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് പീൽ ഓഫ് ചെയ്ത് കളയണം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഇനി 2 മാങ്ങയും പഴുത്ത മാങ്ങയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിന് പകരം നന്നായിട്ട് പച്ചയായിട്ടുള്ള ഒരു മാങ്ങയുടെ ഒരു കഷ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഞാനിവിടെ കാണിക്കുന്ന സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മതി. ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൊണ്ട് ഒരു 4 ഗ്ലാസ് നമുക്ക് മാംഗോ ഫ്രൂട്ടി കിട്ടും. ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കറിയാം പുറത്തുനിന്ന് വാങ്ങുന്ന ഡ്രിങ്കിലൊക്കെ സാൾട്ട് ചേർക്കുന്നുണ്ട്. 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര ഒട്ടും കുറയ്ക്കരുത്, അപ്പോൾ ഡ്രിങ്കിന് ടേസ്റ്റ് കിട്ടില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് 2 വിസിൽ അടിക്കുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ നമുക്കിത് ജ്യൂസാക്കി എടുക്കാൻ പറ്റില്ല. ഇതൊന്ന് ആറാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഒരു 2 hours കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് എടുക്കുമ്പോഴേക്കും. എന്നിട്ടിത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഈ സമയത്ത് പുളി ഒന്ന് നോക്കുക. പുളി കുറവുണ്ട് എന്നുണ്ടെങ്കിൽ, ഭയങ്കര മധുരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ലെമണിൻ്റെ ഹാഫ് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. നന്നായിട്ട് ഇപ്പോൾ ഞാൻ അരച്ചിട്ടുണ്ട്. നമുക്ക് നല്ല പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ച് നാൾ, അതായത് ഒരാഴ്ചയെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഇരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. ഇനി അപ്പോൾ തന്നെ അത് സെർവ് ചെയ്യരുത്. ഒരു മിനിമം 3 hours എങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ശേഷം നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഒരാഴ്ച വരെ സൂക്ഷിക്കാൻ പറ്റും. അരിച്ച് യൂസ് ചെയ്യണമെങ്കിൽ അരിച്ച് യൂസ് ചെയ്യാം, അല്ലാതെ നല്ല ടേസ്റ്റിയാണ്. ഹെൽത്തി ആയിട്ടുള്ള ഈ മാംഗോ ഫ്രൂട്ടി നമുക്ക് കുട്ടികൾക്കൊക്കെ സെർവ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അതുകൊണ്ട് ഇന്ന് തന്നെ ഉണ്ടാക്കി ഒന്ന് സെർവ് ചെയ്തെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ. പുതിയ വീഡിയോകൾക്കായി നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക.